ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നത് ടിപ്പു സുൽത്താനെയും പഴശ്ശിരാജയെയും കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. ടിപ്പു സുൽത്താൻ്റെ കാലഘട്ടം 1750 മുതൽ 1799 വരെയാണ്. മൈസൂർ രാജാവായ ഹൈദർ അലിയുടെ മകനാണ് ഇദ്ദേഹം മൈസൂർ കടുവ ശാസ്ത്രബാഹ്യൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. പക്ഷേ യഥാർത്ഥ പേര് ഹത്തഹ് അലി എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഭരണതലസ്ഥാനം ശ്രീരംഗപട്ടണം, അതുപോലെ അവിടുത്തെ ആയുധപുര ഗണപതി വട്ടം അല്ലെങ്കിൽ സുൽത്താൻ ബത്തേരി ആണ്. ഫറോക്ക് പട്ടണം പണികഴിപ്പിച്ചതും ഇദ്ദേഹമാണ്. അതുപോലെ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി കൂടിയാണ് ടിപ്പു സുൽത്താൻ. നെപ്പോളിയനുമായി സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. കൂടാതെ ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് ശ്രീരംഗപട്ടണത്ത് സമാധാനത്തിൻ്റെ വൃക്ഷം നടുകയും ചെയ്തു. ഒന്നുകൂടി പറയാം, 1750 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിലാണ് ടിപ്പു സുൽത്താൻ ഉണ്ടായിരുന്നത്. മൈസൂർ രാജാവായ ഹൈദർ അലിയുടെ മകനാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഹത്തഹ് അലി എന്നാണ്. പക്ഷേ വിശേഷിപ്പിച്ചിരുന്നത് മൈസൂർ കടുവ ശാസ്ത്രബാഹ്യൻ എന്നൊക്കെയായിരുന്നു. ഭരണതലസ്ഥാനം വരുന്നത് ശ്രീരംഗപട്ടണം, ആയുധപുര ഗണപതി വട്ടത്തും സുൽത്താൻ ബത്തേരിയിലുമാണ്. ഫറോക്ക് പട്ടണം പണികഴിപ്പിച്ചു. അതുപോലെ യുദ്ധഭൂമിയിൽ പീരങ്കിപ്പട ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി കൂടിയാണ്. കൂടാതെ നെപ്പോളിയനുമായി സൗഹൃദ ബന്ധം പുലർത്താൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് ശ്രീരംഗപട്ടണത്ത് സമാധാനത്തിൻ്റെ വൃക്ഷം നടുകയും ചെയ്തു. തുടർന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളാണ്. അതായത് ബ്രിട്ടീഷുകാരും മൈസൂരും തമ്മിലുള്ള യുദ്ധങ്ങളാണ്. 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 69 വരെയാണ്. 1766 പാലക്കാട്ട് കോട്ട പണികഴിപ്പിച്ചത് ഹൈദർ അലിയാണ്. തുടർന്ന് ഹൈദർ അലിയും റോബർട്ട് ക്ലൈവും തമ്മിൽ യുദ്ധം ആരംഭിക്കുന്നു. അവിടെ ഹൈദർ അലി വിജയിക്കുന്നു. ശേഷം അവിടെ ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയുണ്ടായി. അതാണ് മദ്രാസ് ഉടമ്പടി 1769. പിന്നീട് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുന്നു 1780 മുതൽ 84 വരെ. ആ യുദ്ധം നടന്നത് വാരൻ ഹോസ്റ്റിങ്സും ഹൈദർ അലിയും തമ്മിലാണ്. ഈ യുദ്ധത്തിൽ ഹൈദർ അലി മരിക്കുന്നു 1782. തുടർന്ന് ടിപ്പു അധികാരം ഏറ്റെടുക്കുന്നു. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ അവസാനം ആരും വിജയിച്ചില്ല. ഇതിൻ്റെ ഭാഗമായി ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു, മംഗലാപുരം ഉടമ്പടി 1784. മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം 1789 മുതൽ 92 വരെയാണ് നടക്കുന്നത്. ആ യുദ്ധം കോൺവാലിസ് പ്രഭുവും ടിപ്പു സുൽത്താനും തമ്മിലായിരുന്നു. ഇവിടെ ടിപ്പു പരാജയപ്പെട്ടു. അവിടെ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഈ ഉടമ്പടി പ്രകാരം വടക്കൻ കേരളത്തിലെ വയനാട് ഒഴികെയുള്ള പ്രദേശം ബ്രിട്ടീഷുകാർ പിടിച്ചുവാങ്ങി, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതായി വന്നു. നാലാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധം 1799. റിച്ചാർഡ് വെല്ലസിയും ടിപ്പു സുൽത്താനും തമ്മിലായിരുന്നു. അവിടെ ടിപ്പുവിനെ ആർതർ വെല്ലസി വധിക്കുന്നു 1799. അന്ന് ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്നത് റിച്ചാർഡ് വെല്ലസി ആയിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളെ പറ്റി പഠിക്കാനുള്ളത്. 4 യുദ്ധങ്ങളാണ്. ഒന്നാമത്തെ യുദ്ധത്തിൽ ഹൈദർ അലി വിജയിച്ചു, ഉടമ്പടി മദ്രാസ് ഉടമ്പടി. രണ്ടാമത്തെ യുദ്ധത്തിൽ ആരും വിജയിച്ചില്ല, ഉടമ്പടി മംഗലാപുരം ഉടമ്പടി. മൂന്നാമത്തെ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടു, ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി. അതിലൂടെ വടക്കൻ കേരളത്തിലെ വയനാട് ഒഴികെയുള്ള പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകി. നാലാമത്തെ യുദ്ധം ടിപ്പു മരിക്കുന്നു, ടിപ്പുവിനെ ആർതർ വെല്ലസി വധിക്കുന്നു. ഇത്രയുമാണ് അവിടെ പഠിക്കാനുള്ളത്. ശേഷം നാം പഠിക്കുന്നത് പഴശ്ശിരാജയെ പറ്റി ആണ്. പഴശ്ശിരാജ ബ്രിട്ടീഷ് ആധിപത്യത്തെ എതിർത്ത കേരളത്തിലെ ആദ്യത്തെ ഭരണാധികാരിയാണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. പക്ഷേ വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. കേരള സിംഹം, പറങ്കി പടയാളി എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സർദാർ KM പണിക്കർ അദ്ദേഹത്തിൻ്റെ നോവലിലൂടെ വിശേഷിപ്പിച്ചിരിക്കുന്നു ഇങ്ങനെ. കൂടാതെ പൈച്ചി രാജ, കെട്ടോട്ട് രാജ എന്നുകൂടി അറിയപ്പെട്ടിരുന്നു. പഴശ്ശിരാജയുടെ സൈനിക തലവൻ എന്നറിയപ്പെട്ടിരുന്നത് എടച്ചന കുങ്കൻ നായരാണ്. മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ.
അതുപോലെ സംയുക്ത സൈന്യത്തെ നയിച്ചിരുന്നത് കൈതേരി അമ്പുവാണ്. ഇവർ മൂവരും രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. തുടർന്ന് നാം പഴശ്ശി കലാപമാണ് പഠിക്കുന്നത്. പഴശ്ശി കലാപത്തിൽ ഒന്നാം പഴശ്ശി കലാപം അതുപോലെ രണ്ടാം പഴശ്ശി കലാപം എന്നിവ നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഒന്നാം പഴശ്ശി കലാപം 1793 1797 കാലഘട്ടത്തിൽ നടന്നു. അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ടാണ്. അതായത് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടപ്പോൾ അവിടെ വെച്ചൊരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു, ശ്രീരംഗപട്ടണം ഉടമ്പടി. ആ ഉടമ്പടി പ്രകാരം വടക്കൻ കേരളത്തിലെ വയനാട് ഒഴികെയുള്ള പ്രദേശം ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകണമെന്നാണ്. അപ്പോൾ ഈ ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ വയനാട് ഒഴികെയുള്ള വടക്കൻ കേരളത്തിൻ്റെ നികുതി പിരിക്കുവാൻ പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിനെ ബ്രിട്ടീഷുകാർ ചുമതലപ്പെടുത്തിയതിനെതിരെയാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത്. അപ്പോൾ ഇത് അവസാനിക്കുന്നത് ചിറക്കൽ രാജാവിൻ്റെ മധ്യസ്ഥതയിലാണ്. 1798 കലാപം അവസാനിക്കുന്നു. പിന്നീട് വരുന്നത് രണ്ടാം പഴശ്ശി കലാപമാണ്. അത് 800കളിലാണ്. 1800 തുടങ്ങി 1805 വരെയാണ്. ഇതിൻ്റെ കാരണം വയനാട് മേഖല ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ ശ്രമിച്ചതിനെതിരെയാണ്. അതായത് വയനാട് ഒഴികെയുള്ള വടക്കൻ കേരളത്തിലെ ഭാഗങ്ങളായിരുന്നു ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകിയത്. പക്ഷേ വയനാട് കൂടി അവർ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ നടന്ന കലാപമാണ് രണ്ടാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. ഈ കലാപത്തിൽ പഴശ്ശി സഹായിച്ചത് വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്യരുടെ തലവനാണ്. പേര് തലയ്ക്കൽ ചന്തു. അപ്പോൾ ഈ തലയ്ക്കൽ ചന്തു പ്രധാനമായിട്ട് ഒരു യുദ്ധം നടത്തി. അത് പനമര കോട്ട യുദ്ധം എന്നറിയപ്പെടുന്നു. 1802 ആ യുദ്ധം നടക്കുന്നു. ഇതൊക്കെ ഈ പഴശ്ശി കലാപത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ തലയ്ക്കൽ ചന്തുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ യുദ്ധത്തിൽ അദ്ദേഹം തലയ്ക്കൽ ചന്തു കൊല്ലപ്പെട്ടു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സ്മാരകമൊക്കെ പണിയുന്നു. പനമരം വയനാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ സ്മാരകമൊക്കെ പണിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ശേഷമാണ് നമ്മുടെ പഴശ്ശിരാജ മരിക്കുന്നത്. മരിക്കാന്നല്ല, വീരചരമം പ്രാപിച്ചു എന്ന് നമുക്ക് പറയാം. 1805 നവംബർ 30 പുൽപ്പള്ളിയിലെ മാവില തോടിനരികിൽ വെച്ച് പഴശ്ശി വീരചരമം പ്രാപിച്ചു. അപ്പോൾ പഴശ്ശി കാലഘട്ടത്തിൽ ഈ പഴശ്ശി കലാപ കാലഘട്ടത്തിൻ്റെ സമയത്ത് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് റിച്ചാർഡ് വെല്ലസിയാണ്. അപ്പോൾ ഈ പഴശ്ശി കലാപത്തെ കടിച്ചമർത്താനുള്ള അതിന് നിയോഗിക്കപ്പെട്ട സൈനിക മേധാവിയായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കലാപത്തെ നേരിടാൻ വേണ്ടി ഒരു തദ്ദേശീയമായിട്ടൊരു പോലീസ് സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കോൽക്കാർ. അപ്പോൾ ഈ കോൽക്കാർ എന്ന് പറഞ്ഞ പോലീസ് സംഘം പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ കലാപങ്ങൾ നടക്കുന്ന സമയത്ത് ബംഗാളിൻ്റെ ഗവർണർ ജനറൽ ആയിരുന്നത് ആർത്തർ വെല്ലസിയാണ്. ഈ സമയത്ത് തലശ്ശേരി ബ്രിട്ടീഷ് സബ് കളക്ടർ ആയിരുന്നത് തോമസ് ഹാൽവേ ബാബറാണ്. അപ്പോൾ ഈ ബാബർ എന്ന് നമുക്ക് ചുരുക്കി പറയാം, ബാബറാണ്. അപ്പോൾ ഈ ബാബർ പറഞ്ഞത്, ഈ പഴശ്ശിയുടെ വീരചരമം പ്രാപിച്ച ആ സമയത്ത് ബാബർ പറഞ്ഞു, പഴശ്ശിയെക്കുറിച്ച് പറയുകയാണ്, കലാപകാരിയാണെങ്കിലും പഴശ്ശിരാജ ഈ നാട്ടിലെ മുറപ്രകാരമുള്ള രാജാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടു കൂടിയായിട്ടാണ് അദ്ദേഹത്തെ സംസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ ഒരാളാണ്, ഒരു സബ് കളക്ടറാണ്, ബ്രിട്ടീഷ് സബ് കളക്ടറാണ് തോമസ് ഹാൽവേ ബാബർ. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻലി പഴശ്ശിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ജസ്റ്റ് അത്യാവശ്യം വേണ്ട പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ നമുക്ക് PYQ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് നമ്മൾ വേറൊരു ഭാഗം, അതായത് ഇനി വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് മാർത്താണ്ഡവർമ്മ, അതുപോലെ തന്നെ ട്രാവൻകൂർ ഹിസ്റ്ററി ഒക്കെയാണ്. അപ്പോൾ അതിലേക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.